താൻ ഇവിടുന്ന് എങ്ങോട്ട് പോയാലും വേണ്ടില്ല. ഈ കല്യാണത്തിന് കൂട്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കുറുപ്പ് സാറേ, എത്ര കാലം ഞാൻ ജയിലിൽ കിടന്നു, എവിടുന്നെല്ലാം ഞാൻ തല്ലുകൊണ്ടു. സമാധാനമായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല. എടോ, എല്ലാവർക്കും ഒരു സമയമുണ്ട്. എനിക്ക് ഇപ്പോഴാ സമയം വന്നിരിക്കുക. ദൈവത്തെ ഓർത്ത് താൻ എൻ്റെ കൂടെ നിൽക്കണം. ഇങ്ങനൊരു കാര്യം ആലോചിക്കുന്നത് പോലെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ശരിയാണെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇനിയുള്ള കാലമെങ്കിലും ഒന്ന് ജീവിക്കണം എന്നൊരാഗ്രഹം, സമാധാനമായിട്ട് ഒരു കൊച്ചു കുടുംബമായി സ്നേഹത്തോടെ സന്തോഷത്തോടെ. അത് നടക്കാൻ പോകുന്നില്ല ഭൈരവ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. തൻ്റെ മകളെയോ പെങ്ങളെയോ അമ്മയുടെ അനിയത്തിനെയൊന്നും അല്ലല്ലോ ഞാൻ കെട്ടാൻ പോണത്. പിന്നെ തനിക്ക് എന്താട്ടോ ഒരു കഴപ്പ്? എനിക്ക് ഇനി ഈ നാട്ടിൽ കഴിയേണ്ടതാ. ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു വഴിയായത്. അതിന് വഴിമുടക്കിയായിട്ട് താൻ വന്നാൽ ഞാൻ തൻ്റെ കാലനായി വന്ന് കഴുത്തിൽ കയറിട്ട് വലിച്ച് നേന്ത്രവാഴത്തടത്തിൽ കുഴിച്ചിടും. അവിടെ കിടന്ന് ചീഞ്ഞ് താൻ ആ വാഴയ്ക്ക് വളാവും. കുറച്ചു കാലം കൂടി തനിക്ക് ജീവിച്ചിരിക്കുന്നോണ്ട് വല്ല വിരോധം ഉണ്ടോടോ പെരട്ട കുറുപ്പേ? നാളെ തന്നെ ഞാൻ മുഹൂർത്തം കുറിപ്പിക്കും. മേഡം രാശി പൊരുത്തങ്ങളൊക്കെ മഹാ ഉത്തമമാണ്, അല്ലാത്തതൊക്കെ മധ്യമമാണ്. മുഹൂർത്തം നോക്കിയോ? വല്ലോ, അതല്ലേ പ്രശ്നമായത്. നടക്കുകയാണെങ്കിൽ 6-ാം ദിവസം നടക്കണം. അത് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞതിന് ശേഷമേ ശുഭസമയം കാണുന്നുള്ളൂ. ആറ് ദിവസം കൊണ്ടൊരു കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ നടത്തുക എന്ന് വെച്ചാൽ സാധാരണക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കുമെന്ന് അല്ലേ? എന്നാൽ ഉണ്ണിക്കണ്ണൻ നായർക്ക് അതൊരു ബുദ്ധിമുട്ടല്ല. മുഹൂർത്തം കുറിച്ചോളൂ. മുഹൂർത്തവും കുറിച്ച് എല്ലാം തീരുമാനമായ സ്ഥിതിക്ക് ഇനിയിപ്പോ പപ്പനെ അറിയിച്ചിട്ട് എന്താ കാര്യം? അവൻ വന്നാല് അവളെങ്കിൽ വിളിച്ചിറക്കൊണ്ട് പോരും, അല്ലാതെന്താ? ഏട്ടന്റെ ഏടത്തിയുടെ മനസ്സ് നോവിച്ചിട്ട് അങ്ങനെ ഒരു ബന്ധം നമുക്ക് വേണ്ട. അവരൊരിക്കലും അത് സഹിക്കില്ല. അപ്പോ അമ്മൂനും പപ്പനും വിഷമമൊന്നും ഇല്ലേ? അതനുഭവിക്കാനായിരിക്കും അവർക്ക് വിധി. അമ്മ ഒരു പെണ്ണല്ലേ അച്ഛാ, അവക്കൊരു നല്ല ബന്ധം വരുമ്പോ പാവം അമ്മയെടുത്തി. എങ്കിലും അവനെ ഒന്ന് അറിയിക്കാതെ എങ്ങനെയാ മോളെ? വേണ്ടച്ചാ, അമ്മുന്റെ കല്യാണം കഴിയുന്നത് വരെ പപ്പനെ ഇക്കാര്യം അറിയിക്കണ്ട. അവന്റെ മനസ്സ് അത്രയും കുറച്ച് വേദനിച്ചാ മതിയല്ലോ. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കണം. ഇഷ്ടമല്ലെന്ന് ഇനിയെങ്കിലും അമ്മയടുത്തേക്ക് പറഞ്ഞൂടെ? എന്റെ ഇഷ്ടം ആരാ നോക്കുന്നത് ഉഷേ? ഒക്കെ വിധിയാണ്. ഈ പപ്പേട്ടനൊന്നും വരാൻ തോന്നിയിരുന്നെങ്കിൽ. എല്ലാം എന്റെ തെറ്റാ. പാവം പപ്പേട്ടനെ എത്ര വട്ടം അപമാനിച്ചു. വന്ന് വിളിച്ചപ്പോ ഇറങ്ങി പോവാമായിരുന്നു എനിക്ക്. അന്ന് പപ്പേട്ടന്റെ മനസ്സ് എത്ര വേദനിച്ചു കാണും. അച്ഛനും അമ്മയ്ക്കും വേണ്ടി അയാളുടെ ഭാര്യയാവാം. അല്ലെങ്കിൽ ഞാൻ എന്താ വേണ്ടത്? മരിക്കണോ ജീവിക്കണോ? എനിക്കൊന്നും അറിയില്ല ഉഷേ. ഇനി എന്താണ് സ്വകാര്യം പറയാനുള്ളത്? ഒക്കെ കഴിഞ്ഞില്ലേ? അമ്മോ വാ പോവാ. അമ്മാവനാണെന്ന് പറഞ്ഞ അയാളെ ഇനി ഈ നാട്ടിൽ നിർത്തിയാൽ നമ്മുടെ പൂച്ചു പുറത്താവും. ഇപ്പോൾ തന്നെ ശത്രുപക്ഷത്തായാൽ. കല്യാണം കഴിയുന്നതുവരെ അയാളിവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞാൽ എന്തെങ്കിലും കൊടുത്തുവിടാം. പിന്നെ കാശായല്ലോ. താനൊന്ന് പരിഭ്രമിക്കാതിരിക്കും. അതിനകം അയാൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയല്ലോ. കുറുപ്പേ, എന്നെ ശരിക്കും അറിയില്ലല്ലേ? എനിക്ക് തന്നെ എന്നെ ശരിക്കും പിടികിട്ടിട്ടില്ല. വേണ്ടി വന്ന ഭാരതപ്പുഴയിൽ ഒരു ശവം തത്തിക്കളിക്കും, ഒരു അജ്ഞാത ശവം. തനിക്ക് വല്ല വിരോധമുണ്ടോ? എനിക്ക് പേടിയാവുന്നു സാർ. താൻ ധൈര്യമായിട്ടിരിക്കെ. ഈശ്വരാധീനുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ പോക്കണംകോട് പഞ്ചായത്ത് ഞാൻ കുട്ടിച്ചോറാക്കി തന്റെ കൈ തരാം. അല്ലെങ്കിൽ ദേ ഇങ്ങനെ വിളിച്ചോ. എടാ ഇടിയൻ തോമസേ, ഇടിയാണ് പോലീസ് ഭരണമെന്ന് നിനക്കൊരു വിചാരമുണ്ട്. അത് നിന്റെ മറ്റവന്റെ അടുത്തേ ചെലവാകത്തുള്ളൂ. ഇന്നു മുതൽ ഞങ്ങളൊരു തുറന്ന യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. പല രൂപത്തിലും ഭാവത്തിലും വന്ന് നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുരങ്കം വയ്ക്കും. ഞങ്ങളുടെ വാറ്റ് കേന്ദ്രം റെയ്ഡ് ചെയ്തതിന്റെ പ്രതികാര നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാം.
എന്ന് രക്ഷകൻ പപ്പൻ. ആരൊക്കെ തോന്നുന്നത്? രക്ഷകന്റെ കൂട്ടത്തിൽപ്പെട്ട ആരാണ് സാർ? ഛേ, ഉടനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡി എടുക്കണ്ടേ? അതിന് എഴുത്തിൽ ഇതാണെന്ന് അറിയില്ലായിരുന്നു സാർ. SI സാർ. സാർ ഞങ്ങളെ മനസ്സിലായില്ലല്ലേ? പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ പപ്പന്റെ കൂട്ടുകാരാണ്. രക്ഷകൻ പപ്പൻ. അതെ, ഞങ്ങളുടെ എല്ലാവരുടെയും രക്ഷകൻ. മനസ്സിലായി അല്ലേ? ഞങ്ങൾ കത്തയച്ചിരുന്നു. ഓ, കത്ത് കിട്ടി. വിവരങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. സംഘർഷം. പപ്പന് വേണ്ടി രക്തം ചൊരിയാൻ വരെ ഞങ്ങൾ തയ്യാറാണ്. ആ സമയത്ത് തന്നെ ഒരു വന്നു കയറിയത് കുഴപ്പമായത്. പിന്നെ പപ്പൻ എന്ന് പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാക്കി. പപ്പനാവെന്നല്ല എനിക്കിത് അറിയാവുന്നത്. അടി കിട്ടിയത് പോട്ടെ എന്ന് വെക്കാം. എന്നാലും പപ്പ, നീ ഞങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറയുമ്പോഴാ വിഷമം. നീ വന്നില്ലെങ്കിൽ അമ്മുവിന്റെ കാര്യം. വേണ്ട ബാല, ഞാൻ വരാൻ പാടില്ല. അമ്മൂനെങ്കിലും നല്ലൊരു ജീവിതം കിട്ടട്ടെ. ആ ഊപ്പ ഡോക്ടർ അവക്കൊരു ജീവിതം കൊടുക്കാൻ പോണം. നീ ചെന്ന് വിളിച്ചാൽ അമ്മു തീർച്ചയായിട്ടും വരും പപ്പ. വിളിച്ചതല്ലേ? അച്ഛനെ അമ്മയും ധിക്കരിച്ച് എന്നോടൊപ്പം ഇറങ്ങി വരാൻ അവൾക്ക് തൻ്റെ ഇടമില്ല. വേണ്ട, നിങ്ങൾ പോയിക്കോ. സാറെങ്കിലും ഒന്ന് പറയണം. പറഞ്ഞിട്ടില്ലെന്നോ നിങ്ങൾ വിചാരം? ഒരു കാര്യമില്ല. അവന്റെ ന്യായീകരണങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. നീ വരുന്നില്ലേ? വേണ്ടടാ. നിന്റെ മനസ്സ് മറ്റാരെക്കാളും അറിയാവുന്നവരാ ഞങ്ങള്. ഞങ്ങള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അമ്മുവിനെ ആരും കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അവസാന നിമിഷം വരെ ഞങ്ങൾ പൊരുതും. ഉൽപ്പലാക്ഷൻ ആണാണെങ്കിൽ ആ കല്യാണം മുടക്കും. വരച്ചു സാറ് പോട്ടെ. മൈ ഗോഡ്, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഡോക്ടറെ, മര്യാദയ്ക്ക് പറയാണ്, ഞങ്ങളുടെ ഈ നാട്ടുകാരുടെയും കണ്ണിലുണ്ണിയാണ് പപ്പൻ. ആ പപ്പൻ അമ്മുവും അമ്മുവിനും പപ്പനെയും ജീവനാണ്. കുഞ്ഞുനാളിലെ അവരെ ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. അവര് തമ്മിൽ അത്രയ്ക്ക് അങ്ങോട്ട് ആകൃഷ്ടരായി. അമ്മുവിനെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ ഒരുപക്ഷെ പപ്പൻ ആത്മഹത്യ ചെയ്തിരിക്കും. അതിന് ഞാൻ എന്താ ചെയ്യാ? ഈ വിവാഹത്തിൽ നിന്നും പിന്മാറണം. നിങ്ങളായിട്ട് രണ്ട് ജീവിതങ്ങൾ നശിപ്പിക്കരുത്. ഞാൻ ഇന്ന് വരെ നിങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, അമ്മുകുട്ടി എന്റെ മനസ്സിന്റെ ഏതോ കോണിൽ ഒളിച്ചു കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അമ്മുകുട്ടി ഇല്ലാത്ത ജീവിതം ഈ ഡോക്ടർക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ? എന്റെ അവസ്ഥ മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിങ്ങളൊക്കെ സഹകരിച്ച് ഈ കല്യാണം നടത്തി തരിക. ഇതൊരു അപേക്ഷയാണ്. ഡോക്ടറെ, തന്റെ അഭിനയമൊക്കെ കൊള്ളാം, പക്ഷേ ഞങ്ങൾക്ക് വേണ്ട. അതൊക്കെ അങ്ങ് കൈ വെച്ചിരുന്നാ മതി. നിങ്ങൾക്ക് വിശ്വാസമായില്ലല്ലേ? ഞാൻ കാണിച്ചു തരാം. അമ്മു എനിക്ക് എഴുതിയിട്ടുള്ള കത്തുകൾ സ്നേഹത്തിന്റെ ഭാഷയിൽ. വേണ്ട, ഞാൻ അതെല്ലാം എടുത്തുകൊണ്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങക്ക് മനസ്സിലാവൂല്ലോ. ചേട്ടാ, ആ കൊച്ചു കൈ നിർത്തേ. ഇവൻ തന്നെ എഴുതി അമ്മുവിന്റെ കള്ള ഒപ്പിട്ടോണ്ട് വരും. കിട്ടി, അടിവേര് കിട്ടി. നിങ്ങൾക്ക് എന്താ കാണണമെന്ന് പറഞ്ഞേ? അവളുടെ കത്തുകളോ? ചുട്ടുകളയും ഞാൻ. 1, 2, 3. നിനക്കൊക്കെ കുറച്ചു കാലം കൂടെ ഈ പഞ്ചായത്തിൽ ജീവിച്ചിരുന്ന എന്താടാ കുഴപ്പം? പോടാ, പോയിടാ പട്ടി. എന്നാ താൻ ഈ കല്യാണം നടത്തുന്നത് ഞങ്ങൾക്കൊന്ന് കാണണുണ്ടോ? ഉൽപ്പലാഷിന്റെയും കൂട്ടരുടെയും ഏത് നീക്കങ്ങളും ശ്രദ്ധിക്കണം. എനിക്ക് അച്ഛനോ അമ്മയോ ആരുമില്ല. നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് ഈ മംഗളക്രമം നടത്തിത്തരണം. പണം എത്ര വേണമെങ്കിലും അറിയാം. തല വെട്ടേണ്ടവന്റെ തല വെട്ടുക, കൈ വെട്ടേണ്ടവന്റെ കൈ വെട്ടുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന് ഞാനുണ്ട്. ഡോക്ടർ പശുപതി. വേലായുധം കുട്ടി, എന്താ നിന്റെ പുറപ്പാട്? ഈ അധ്യായം ഇവിടെ അവസാനിക്കട്ടെ. എന്താ വേലായുധ? നിനക്കെന്നെ മനസ്സിലായിട്ടില്ല ഭൈരവ. നിനക്കൊരു നല്ല ജീവിതം കിട്ടിയത് ഞാനായിട്ട് നശിപ്പിക്കുന്നില്ല. നാളെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. വേണ്ട, നീ ഇവിടെ നിൽക്ക്. കല്യാണം കഴിയട്ടെ, ഞാൻ നിനക്ക് കുറച്ച് കാശ് തരാം. ഞാനിവിടെ വന്നത് നിനക്കൊരു ഭാരമായി. ഞാൻ ഒരിക്കലും ഇവിടെ വരാൻ പാടില്ലായിരുന്നു. വേലായുധം കുട്ടി, തെരുവിലേതോ ഓടയിൽ ജനിച്ചു വീണവരാണ് നമ്മൾ. കണ്ണു തുറന്നപ്പോ ആദ്യം കണ്ടത് നമ്മൾ തമ്മിലാടാ. എച്ചിൽ കൂനയിലും ഫുട്പാത്തിലും റെയിൽവേ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ചല്ലേ വളർന്നത്. തെറ്റും ശരിയും തിരിച്ചറിയുന്നതിന് മുമ്പ് നമ്മൾ കുറ്റവാളികളായി. അതെ, നിന്നെ പിരിയാൻ മനസ്സുണ്ടായിട്ടല്ലടാ. പക്ഷെ എന്നെ തേടി ഏത് നിമിഷവും പോലീസ് വരാം. അങ്ങനെ വന്നാൽ നിന്റെ ഈ നല്ല ജീവിതം തകരും. കള്ളനാണെങ്കിലും നിന്റെ തകർച്ച കാണാൻ
എനിക്ക് മനക്കരുത്തില്ലടാ. നാളെ എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കല്യാണം മുടങ്ങരുത്. എന്റെ അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് ഈ കല്യാണം നടത്തി തരേണ്ടത് വേലായുധം കുട്ടിയാണ്. എന്നിട്ട് ഇവിടെ നിന്ന് പോകാവൂ. അയ്യോ എന്റെ പൊന്നു മോളെ, എനിക്ക് വയ്യ, ഞാനിത് എങ്ങനെ സഹിക്കും? അത് വേഗം മാത്രം എന്നാലും ഈ കൊലിച്ചത് ചെയ്തല്ലോ എന്റെ മോളെ. എന്താവല്ല, എന്തുണ്ടായി? അമ്മക്കുട്ടി ചതിച്ചോ? അമ്മക്കുട്ടിക്ക് എന്ത് പറ്റി? കള്ളം കയറി അമ്മക്കുട്ടിയുടെ ആഭരണങ്ങൾ മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് പോയി. വാ നാണുന്നവരെ, നമുക്ക് അന്വേഷണം ആരംഭിക്കാം. ആർന്ന് വേഗം വാ. വാ പൊന്നേ. അച്ഛാ, പോയി മോനെ, എല്ലാം പോയി മോനെ. എല്ലാം ഞാൻ അറിഞ്ഞു. കല്യാണ മുഹൂർത്തത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് താൻ ഓമനിച്ചു വളർത്തിയ സ്വന്തം പുത്രിയുടെ സ്വർണ്ണാഭരണങ്ങൾ കളവുപോയി എന്നറിയുന്ന ഒരു പിതാവിന്റെയും അമ്മയുടെയും ദുഃഖം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യന്റെ മനസ്സിനേക്കാളും വിശാലമായ മനസ്സുള്ള മൃഗങ്ങളുടെ മനസ്സുമായിട്ടാണ് എനിക്ക് സമ്പർക്കം. അമ്മേ, ഡോണ്ട് ലൂസ് കറേജ്. അമ്മുമ്മേ, വിഷമിക്കാതിരിക്കൂ. ഞാൻ സ്നേഹിച്ച് നിങ്ങളുടെ സ്വത്തോ സ്വർണ്ണാഭരണങ്ങളോ അല്ല, എനിക്ക് നിങ്ങളുടെയൊക്കെ സ്നേഹമാണ് വേണ്ടത്. അമ്മേ, മോളെ വേഗം അണിയിച്ചൊരുക്കൂ. സദ്യ ഒരുങ്ങട്ടെ. എല്ലാ ഏർപ്പാടുകളും തകൃതിയായി നടക്കട്ടെ. മുഹൂർത്തത്തിന് 1 മണിക്കൂർ മുമ്പ് ഈ കല്യാണം നടത്തുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ആർക്കും ഒരു ടെൻഷനും വേണ്ട. ഈ കല്യാണം നടക്കുന്നു. എന്താടാ നോക്കി നിൽക്കണേ? പറഞ്ഞു കേട്ടില്ലേ? ഊതട വേഗം. പെണ്ണിനെ എണീറ്റൊരുക്കിക്കോളിൻ.